അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വികസനത്തിന്റെ പുതിയ കവാടം തുറന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്ത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖം പുതുതലമുറ വികസനത്തിന്റെ പ്രതീകമെന്നും രാജ്യപുരോഗതിക്ക് സുപ്രധാന പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേരളത്തെ ഗ്ലോബൽ മാരിടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമുദ്ര വ്യാപാര രംഗത്ത് രാജ്യത്തിന്റെ ഗെയിം ചേഞ്ചറാവാനൊരുങ്ങി വിഴിഞ്ഞം. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് പ്രകൃതിദത്താഴമുള്ള രാജ്യത്തിലെ തന്നെ ആദ്യ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം. തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. വിഴിഞ്ഞത്തെ പുതുതലമുറ വികസനത്തിന്റെ പ്രതീകമെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ കപ്പൽ ചരക്കു കൈമാറ്റ പ്രവർത്തനങ്ങളുടെ 75% മുൻപ് വിദേശ തുറമുഖങ്ങളിലാണ് നടന്നിരുന്നത്. ഇത് രാജ്യത്തിന് ഗണ്യമായ വരുമാന നഷ്ടമുണ്ടാക്കിയിരുന്നു. വിഴിഞ്ഞത്തിലൂടെ ഈ സ്ഥിതി മാറാൻ പോകുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പു നൽകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. സമുദ്ര വ്യാപാരത്തിൽ കേരളത്തിന്റെ ചരിത്രപരമായ പങ്ക് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായ നടത്തിപ്പ് സുഗമമാക്കലും ഒരുമിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ തുറമുഖ സമ്പദ് വ്യവസ്ഥ അതിന്റെ പൂർണ്ണശേഷിയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. यहाँ दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटीज लेकर आएगा. സാഗർമാല പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേന്ദ്ര സർക്കാർ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയും തുറമുഖ സമ്പർക്ക സൗകര്യത്തിന് കരുത്തേകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊന്നാനി, പുതിയപ്പ തുറമുഖങ്ങളുടെ നവീകരണവും കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ സ്ഥാപിച്ചു. വികസനവും തൊഴിലവസരങ്ങളും കൂട്ടും. ഇന്ത്യ യൂറോപ്പ് കോറിഡോറും കേരളത്തിന് ലാഭമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM ഗതിശക്തിയുടെ കീഴിൽ ജലപാതകൾ, റെയിൽപാതകൾ, ഹൈവേകൾ, വ്യോമപാതകൾ എന്നിവ തടസ്സമില്ലാത്ത സമ്പർക്ക സൗകര്യത്തിനായി വേഗത്തിൽ സംയോജിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ തുറമുഖങ്ങളുടെ ശേഷി ഇരട്ടിയായതായും ദേശീയ ജലപാതകൾ 8 മടങ്ങ് വികസിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച 30 തുറമുഖങ്ങളിൽ 2 ഇന്ത്യൻ തുറമുഖങ്ങൾ ഉൾപ്പെടുന്നുവെന്നും ലോജിസ്റ്റിക്സ് പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ റാങ്കിംഗ് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോള കപ്പൽ നിർമ്മാണ മേഖലയിൽ ആദ്യ 20 രാജ്യങ്ങളിൽ ഇന്ത്യയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർദ്ധിച്ചു. കാർഗോ ഇറക്കുന്നതിൽ 30% സമയക്കുറവ് വരുത്താനായി. ഇതിലൂടെ കൂടുതൽ കാർഗോ കൈകാര്യം ചെയ്യാൻ കഴിയും. തീരമേഖലയിലെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരതം 2047ലേക്കുള്ള രാജ്യപുരോഗതിയുടെയും സമൃദ്ധിയുടെയും ചാലക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സമുദ്ര വ്യവസായത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സ്വകാര്യ മേഖലയുടെ നിർണായക പങ്ക് അടിവരയിട്ടുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം നടന്നിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഈ സഹകരണം ഇന്ത്യയിലെ തുറമുഖങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക മാത്രമല്ല, അവയെ ഭാവിയിലേക്ക് സജ്ജമാക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദശകത്തിൽ പ്രധാന സാമൂഹിക മാനദണ്ഡങ്ങളിൽ കേരളത്തിന്റെ പുരോഗതി ഉറപ്പാക്കിക്കൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മനോഭാവത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. भारत सरकार केरला के विकास से देश के विकास के मंत्र पर भरोसा करती है.
हम कोऑपरेटिव फेडरलिज्म की भावना से चल रहे हैं। बीते एक दशक में हमने केरला को विकास की सोशल पैरामीटर्स पर भी आगे ले जाने का काम किया है। जल जीवन मिशन, उज्ज्वला योजना, आयुष्मान भारत, प्रधानमंत्री सूर्यघर मुफ्त बिजली योजना, ऐसी अनेक योजनाओं से केरला के लोगों को बहुत लाभ हो रहा है। ജൽ ജീവൻ മിഷൻ, ഉജ്ജ്വല യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി എന്നിവയുൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത നിരവധി സംരംഭങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പോർട്ട് ഓപ്പറേഷൻ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തി. കൂടുതൽ ആഗോള സമുദ്ര വ്യാപാരത്തെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു പുതിയ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറിയതോടെ രാജ്യത്തിന്റെ പുതിയ സമുദ്രയുഗത്തിന് തുടക്കമായി. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും വിഴിഞ്ഞത്തെ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് വേഗവും സുരക്ഷയും നൽകുന്നു. IIT മദ്രാസുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സുരക്ഷയും ഏകോപനവും ഉറപ്പാക്കുന്നു. 867 കോടി രൂപ ചിലവിലാണ് തുറമുഖത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. 800 മീറ്റർ ബെർത്ത്, 3 യാർഡ് ടെർമിനലുകൾ, 32 കൂറ്റൻ ക്രെയിനുകളും അനുബന്ധ സൗകര്യങ്ങളും ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. 2 മദർഷിപ്പുകളിൽ നിന്നും ഒരേ സമയം ചരക്കിറക്കാം. 24,346 TEU വരെ ശേഷിയുള്ള വലിയ കണ്ടെയ്നർ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള പുലിമുട്ടാണ് വിഴിഞ്ഞത്തിന്റെ മറ്റൊരു പ്രത്യേകത. 3 കിലോമീറ്ററോളം നീളത്തിലാണ് പുലിമുട്ടിന്റെ ആദ്യഘട്ടം. 28 മീറ്റർ ഉയരം വരുന്ന ഏകദേശം 9 നില കെട്ടിടത്തിന് തുല്യമുയരമുള്ള ഈ നിർമ്മിതി ഏത് കാലാവസ്ഥയിലും തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. 2ഉം 3ഉം ഘട്ടം വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ നീളം കൂടി വിപുലീകരിക്കും. ബ്രേക്ക് വാട്ടറിന്റെ നീളം 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. ഇതോടെ വിഴിഞ്ഞത്ത് 4 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാനാകും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം, 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകൾ, 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം എന്നിവയ്ക്ക് ആവശ്യമായ 77.17 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമി ഡ്രഡ്ജിങ്ങിലൂടെ കടൽ നികത്തി കണ്ടെത്തും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 10.7 കിലോമീറ്റർ റെയിൽപാതയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാതയുടെ 9.2 കിലോമീറ്ററും തുരങ്കപാത വഴിയാണ് കടന്നുപോകുന്നത്. 1482.92 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ അനുമതിയും പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു. നിർമ്മാണം 2028 ഡിസംബറിൽ പൂർത്തിയാകും. പോർട്ടിനെ ദേശീയപാത 66മായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിന്റെ 80% പൂർത്തിയായിട്ടുണ്ട്. 6000 കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ തുറമുഖത്തിന്റെ സംയോജിത കണക്ടിവിറ്റി പൂർണ്ണമാകും. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. 2024 ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ച തുറമുഖത്തിന് ഡിസംബർ 3 കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇതുവരെ 285 കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ 5.93 ലക്ഷം TEU കൈകാര്യം ചെയ്യാൻ സാധിച്ചു. 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ കണ്ടെയ്നർ ചരക്കു നീക്കങ്ങളിൽ വിഴിഞ്ഞമാണ് 1ാം സ്ഥാനത്ത്. പ്രതിമാസം 1 ലക്ഷം TEU കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ജെയ്ഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തിയത് മറ്റൊരു സുപ്രധാന നേട്ടമാണ്. നേരിട്ട് 755-ലധികം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ച വിഴിഞ്ഞത്ത് 67% ജീവനക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇതിൽ 35% പേർ തദ്ദേശീയർ. നാടിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി പരിഗണിച്ചാണ് ആഗോള വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം സ്ഥാനമുറപ്പിക്കുന്നത്. 2028ഓടെ തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകുമെന്നും 2034 മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. 2ഉം 3ഉം ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ കൈകാര്യം ചെയ്യൽ ശേഷി 30 ലക്ഷം TEU ആയി വർദ്ധിക്കും.
ഇതോടെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറും. ലോകത്തിലെ മാധ്യമ വിനോദ സാങ്കേതിക രംഗത്തെ വിദഗ്ധരെയും സ്റ്റാർട്ടപ്പുകളെയും വ്യവസായ പ്രമുഖരെയും നയരൂപകർത്താക്കളെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന് വേവ്സ് 2025 ഉച്ചകോടിക്ക് മുംബൈയിൽ തുടക്കമായി. ശോഭനമായ ഭാവിക്കായി സർഗാത്മകത, സാങ്കേതികവിദ്യ, കഴിവുകൾ എന്നിവ പ്രയോജനപ്പെടുത്തുക എന്ന പ്രധാനമന്ത്രിയുടെ ദർശനത്തിനനുസൃതമായി സിനിമകൾ, OTT, ഗെയിമിംഗ്, കോമിക്സ്, ഡിജിറ്റൽ മീഡിയ, AI, AVGC XR, പ്രക്ഷേപണം, ഉയർന്നുവരുന്ന സാങ്കേതികവിദ്യ എന്നിവ സംയോജിപ്പിക്കാൻ വേവ്സ് ഉച്ചകോടിയിലൂടെ സാധിക്കും. 2029 ആകുമ്പോഴേക്കും $50 ബില്യൺ വിപണി തുറക്കാനാണ് വേവ്സ് ലക്ഷ്യമിടുന്നത്. അതുവഴി ആഗോള വിനോദ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ ആഗോളവേദിയിൽ സർഗാത്മക ശക്തിയെ ഉയർത്തിക്കാട്ടുകയാണ് ഇന്ത്യ. സംസ്കാരത്തിന്റെയും സർഗാത്മകതയുടെയും സാർവത്രിക ബന്ധത്തിന്റെയും തരംഗമാണ് വേവ്സ് 2025 എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാധ്യമ വിനോദ സാങ്കേതിക രംഗത്തെ 100-ലധികം പ്രമുഖ കമ്പനികളും നൂതനാശയ വിദഗ്ധരും ഒത്തുചേരുന്ന വിനോദ മേഖലയിലെ നവീകരണം, സർഗാത്മകത, സഹകരണം എന്നിവയ്ക്കുള്ള നിർണായക സംഗമസ്ഥാനമായിരിക്കുകയാണ് വേവ്സ്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ, മെറ്റ, സോണി, റിലയൻസ് അടക്കമുള്ള പ്രമുഖ കമ്പനികൾക്ക് പുറമെ ജെറ്റ് സിന്തസിസ്, ഡിജിറ്റൽ റേഡിയോ മോണ്ടിയേൽ, ഫ്രീ സ്ട്രീം ടെക്നോളജീസ് തുടങ്ങിയ പുതുതലമുറ കമ്പനികളും ഉച്ചകോടിയുടെ ഭാഗമാണ്. കല ടു കോഡ് എന്ന പ്രമേയത്തിൽ ഭാരതത്തിന്റെ പൈതൃകത്തെ ആഘോഷിക്കുന്ന 1470 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഭാരത് പവലിയൻ ഉച്ചകോടിയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. പുരാതന വാമൊഴി പാരമ്പര്യങ്ങളും ദൃശ്യകലകളും മുതൽ അത്യാധുനിക സാങ്കേതിക മുന്നേറ്റങ്ങൾ വരെയുള്ള പ്രദർശനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭാരത് പവലിയനു പുറമെ നിരവധി സംസ്ഥാനങ്ങളുടെ പവലിയനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ മാധ്യമ വിനോദ മേഖലയിൽ വളർന്നുവരുന്ന ബിസിനസ്സുകൾക്കും നൂതനാശയങ്ങൾക്കും പിന്തുണയേകുന്നതാണ് MSME പവലിയനും സ്റ്റാർട്ടപ്പ് ബൂത്തുകളും. വിശാലമായ ഗെയിമിംഗ് അരീനയാണ് വേവ്സ് 2025 ഒരു പ്രധാന ആകർഷണം. ഗെയിമിംഗ്, സ്പോർട്സ് വ്യവസായങ്ങളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ എടുത്തുകാണിക്കുന്നതാണിത്. മൈക്രോസോഫ്റ്റ് ആൻഡ് എക്സ്ബോക്സ്, Dream11, ക്രാഫ്റ്റൺ, നസാര, MPL, ജിയോ ഗെയിംസ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളെ ഈ പവലിയൻ അവതരിപ്പിക്കുന്നു. ആഗോള ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിൽ ഗെയിമിംഗിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം വ്യക്തമാക്കുന്നതാണിത്. സർഗാത്മകതയുടെ ആഗോള ആവാസ വ്യവസ്ഥയ്ക്ക് അടിത്തറ പാകുന്നതിനായി 100-ലധികം രാജ്യങ്ങളിലെ കലാകാരന്മാർ, നൂതനാശയക്കാർ, നിക്ഷേപകർ, നയരൂപകർത്താക്കൾ എന്നിവരുടെ ഒത്തുചേരലാണ് വേവ്സ് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. कल्चर की, क्रिएटिविटी की, यूनिवर्सल कनेक्ट की, और इस वेव पर सवार हैं फिल्में, म्यूजिक, गेमिंग, एनिमेशन, स्टोरी टेलिंग, क्रिएटिविटी का अथाह संसार। वेव एक ऐसा ग्लोबल प्लेटफॉर्म है जो आप जैसे हर आर्टिस्ट, हर क्रिएटर का है, जहां हर कलाकार, हर युवा एक नए आइडिया के साथ क्रिएटिव वर्ल्ड के साथ जुड़ेगा. വേവ്സ് എന്നത് വെറുമൊരു ചുരുക്കപ്പേര് മാത്രമല്ല. സംസ്കാരം, സർഗാത്മകത, സാർവത്രിക ബന്ധം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു തരംഗമാണ്. സിനിമകൾ, സംഗീതം, ഗെയിമിംഗ്, ആനിമേഷൻ, കഥ പറച്ചിൽ എന്നിവയുടെ വിപുലമായ ലോകത്തെ ഉച്ചകോടി പ്രദർശിപ്പിക്കുന്നു. കലാകാരന്മാർക്കും സ്രഷ്ടാക്കൾക്കും ബന്ധപ്പെടാനും സഹകരിക്കാനുമുള്ള ആഗോളവേദി വേവ്സ് വാഗ്ദാനം ചെയ്യുകയാണ്. വേവ്സ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ സമ്പന്നമായ സിനിമാ ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കവേ 1913 മെയ് 3 ദാദാസാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജാ ഹരിചന്ദ്ര പുറത്തിറങ്ങിയ കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഫാൽക്കെയുടെ ജന്മവാർഷികം കഴിഞ്ഞ ദിവസം ആഘോഷിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക സത്ത ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വിജയകരമായി എത്തിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. റഷ്യയിൽ രാജ് കപൂറിന്റെ ജനപ്രീതി, കാനിൽ സത്യജിത് റേയുടെ ആഗോള അംഗീകാരം,
ഓസ്കർ നേടിയ RRRന്റെ വിജയം എന്നിവ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഗുരുദത്തിന്റെ സിനിമാറ്റിക് കവിത, AR റഹ്മാന്റെ സംഗീത പ്രതിഭ, ഋത്വിക് ഘട്ടക്കിന്റെ സാമൂഹിക പ്രതിഫലനങ്ങൾ, SS രാജമൗലിയുടെ ഇതിഹാസ കഥ പറച്ചിൽ എന്നിവയെ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. ഈ കലാകാരന്മാരിൽ ഓരോരുത്തരും ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്ത് ജീവസുറ്റതാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. भारतीय सिनेमा ने भारत को दुनिया के कोने कोने में ले जाने में सफलता पाई है. रूस में राज कपूर जी की लोकप्रियता, कान में सत्यजीत रे की पॉपुलैरिटी और ऑस्कर में RRR की सक्सेस में यही दिखता है. गुरुदत्त की सिनेमैटिक पोएट्री हो या फिर ऋत्विक घटक का सोशल रिफ्लेक्शन, AR रहमान की धून हो या राजा मौली की महागाथा, हर कहानी भारतीय संस्कृति की आवाज बनकर दुनिया के करोड़ों लोगों के दिलों में उतरी है. ഇന്ത്യയുടെ സൃഷ്ടിപരമായ കഴിവിന്റെയും ആഗോള സഹകരണത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി വർഷങ്ങളായി ഗെയിമിംഗ്, സംഗീതം, ചലച്ചിത്ര നിർമ്മാണം, അഭിനയം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളുമായി ഇടപഴകുകയും സൃഷ്ടിപരമായ വ്യവസായങ്ങളെക്കുറിച്ചുള്ള തന്റെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കുന്ന ആശയങ്ങളും ഉൾക്കാഴ്ചകളും ചർച്ച ചെയ്യുകയും ചെയ്തുവെന്ന് അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തിൽ 150 രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർ ഒത്തുചേർന്ന് നർസിംഗ് മേത്ത ഏകദേശം 600ഓളം വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വൈഷ്ണവ് ജനതോ എന്ന ഗാനം അവതരിപ്പിച്ചു. ഈ ആഗോള കലാപരമായ ശ്രമം ഒരു പ്രധാന സ്വാധീനം സൃഷ്ടിച്ചുവെന്നും ലോകത്തെ ഐക്യത്തോടെ ഒന്നിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സർഗാത്മകതാ രംഗത്തെ ശക്തിയും സാധ്യതകളും ഇന്ത്യ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അമ്മയുടെ താരാട്ടിലൂടെയാണ് ഒരു കുട്ടിയുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത്. ശബ്ദത്തിലേക്കും സംഗീതത്തിലേക്കുമുള്ള അവരുടെ ആദ്യ അനുഭവം അതാണ്. ഒരമ്മ തന്റെ കുട്ടിക്കായി സ്വപ്നങ്ങൾ നെയ്യുന്നത് പോലെ സർഗാത്മക പ്രൊഫഷണലുകൾ ഒരു യുഗത്തിന്റെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്തുകയാണ്. തലമുറകളെ കലയിലൂടെ പ്രചോദിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന അത്തരം ദീർഘവീക്ഷണമുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലാണ് വേവ്സിന്റെ സാരാംശമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കലാകാരന്മാർ, സ്രഷ്ടാക്കൾ, വ്യവസായ നേതാക്കൾ എന്നിവരുടെ സമർപ്പണം വരും വർഷങ്ങളിൽ വേവ്സിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഉച്ചകോടിയുടെ ആദ്യ പതിപ്പിനെ വിജയിപ്പിച്ച അതേ പിന്തുണയും കൈത്താങ്ങും തുടരണമെന്ന് മാധ്യമ വിനോദ വ്യവസായ രംഗത്തെ പ്രമുഖരോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കലയുടെയും സർഗാത്മകതയുടെയും ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ബഹുമതികളായി ഭാവിയിൽ വേവ്സ് പുരസ്കാരങ്ങൾ സംഘടിപ്പിക്കും. ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയം കീഴടക്കുകയും സർഗാത്മകതയിലൂടെ തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് വേവ്സ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. വേവ്സ് 2025ന്റെ ഭാഗമായി ഗ്ലോബൽ മീഡിയ ഡയലോഗും സംഘടിപ്പിച്ചിട്ടുണ്ട്. 25 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല പങ്കാളിത്തത്തോടെ ആഗോള മാധ്യമ വിനോദ വ്യവസായ മേഖലയുമായുള്ള രാജ്യത്തിന്റെ ഇടപെടലിലെ ഒരു നാഴികക്കല്ലാണിത്. വിശാലമായ നെറ്റ്വർക്കിംഗും ബിസിനസ് അവസരങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ആഗോള മാർക്കറ്റ് പ്ലേസായ വേവ്സ് ബസാറും ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്നു. ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയ ക്രിയേറ്റോസ്ഫിയർ സന്ദർശിച്ച പ്രധാനമന്ത്രി 32 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രതിഭകളുമായി സംവദിച്ചു. 90-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം വേവ്സ് ഉച്ചകോടിയെ വ്യത്യസ്തമാക്കുന്നു. 10,000-ലധികം പ്രതിനിധികൾ, 1000 ക്രിയേറ്റർമാർ, 300-ലധികം കമ്പനികൾ, 350-ലധികം സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ബ്രോഡ്കാസ്റ്റിംഗ്, ഇൻഫോർടൈൻമെന്റ്, AVGC, XR ഫിലിംസ്, ഡിജിറ്റൽ മീഡിയ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി 42 പ്ലീനറി സെഷനുകൾ, 39 ബ്രേക്ക്ഔട്ട് സെഷനുകൾ, 32 മാസ്റ്റർ ക്ലാസുകൾ എന്നിവ ഉച്ചകോടിയുടെ പ്രത്യേകതയാണ്. ബ്രോഡ്കാസ്റ്റിംഗ്, പ്രിന്റ് മീഡിയ, ടെലിവിഷൻ, റേഡിയോ, ഫിലിംസ്, ആനിമേഷൻ, വിഷ്വൽ ഇഫക്റ്റുകൾ, ഗെയിമിംഗ്, കോമിക്സ്, സൗണ്ട് ആൻഡ് മ്യൂസിക്, പരസ്യം ചെയ്യൽ, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജനറേറ്റീവ് AI, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, എക്സ്റ്റൻഡഡ് റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങളും സാധ്യതകളും ഒരുക്കുന്ന ലോകത്തിലെ പ്രമുഖ കേന്ദ്രമായി മാറുകയാണ് ഇന്ത്യ. ഭാരതം അതിന്റെ സർഗാത്മക ശക്തിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് വേവ്സ് ഉച്ചകോടിയിലൂടെ. നൂതനാശയ രംഗത്ത് ഇന്ത്യ ഇന്ന് ആഗോള നേതാവാണ്. 2024 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യ 39ാം സ്ഥാനം നേടിയത് ഇതിന്റെ പിൻബലത്തിലാണ്.
ശക്തമായ നയങ്ങൾ, ഗവേഷണവും വികസനവും, സ്റ്റാർട്ടപ്പുകൾക്കും വ്യവസായങ്ങൾക്കും സഹകരണപരമായ അന്തരീക്ഷം എന്നിവയാണ് ഈ മുന്നേറ്റത്തിന്റെ ചാലകശക്തി. സാങ്കേതിക പുരോഗതി, ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം, സംരംഭകത്വം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന സർക്കാർ നയം ഇതിലെ പ്രധാന ഘടകമാണ്. ഇതിന്റെ ഭാഗമായാണ് ന്യൂഡൽഹിയിൽ യുഗം കോൺക്ലേവ് സംഘടിപ്പിച്ചത്. നൂതനാശയ രംഗത്തെ ഇന്ത്യയുടെ ശേഷിയും ഡീപ് ടെക്കിലെ പങ്കും ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കോൺക്ലേവ് ഊർജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നൂതനാശയരംഗത്ത് തന്ത്രപരമായ ആദ്യത്തെ സമ്മേളനമാണ് YUGM. സർക്കാർ, അക്കാദമിക്, വ്യവസായം, ഇന്നൊവേഷൻ, ആവാസ വ്യവസ്ഥ എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന വേദിയാണിത്. ന്യൂഡൽഹിയിൽ നടന്ന കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. യുവജനതയെ സ്വാശ്രയരാക്കുന്ന കഴിവുകൾ നൽകി ശാക്തീകരിക്കുകയും അതിലൂടെ ഇന്ത്യയെ നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. कई स्टेट ऑफ द आर्ट रिसर्च पार्क भी स्थापित किए गए हैं. लगभग 6000 उच्च शिक्षा संस्थानों में रिसर्च एंड डेवलपमेंट सेल्स की स्थापना की गई है. हमारे प्रयासों से देश में इनोवेशन कल्चर तेजी से विकसित हो रहा है. 2014 में भारत के 40,000 के आसपास पेटेंट फाइल हुए थे. अब ये संख्या बढ़कर 80,000 से ज्यादा हो गई है. കഴിവും ഗുണവിശേഷവും സാങ്കേതികവിദ്യയും ഇന്ത്യയുടെ ഭാവിയെ രൂപാന്തരപ്പെടുത്തും. 10,000 ലാബുകൾ ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ള അടൽ ടിങ്കറിംഗ് ലാബ്സ് പോലുള്ള സംരംഭങ്ങൾ കുട്ടികൾക്ക് നേരത്തെ തന്നെ അറിവ് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായുള്ള PM വിദ്യാലക്ഷ്മി പദ്ധതി, 7000-ലധികം സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് സെല്ലുകൾ സ്ഥാപിച്ചതടക്കമുള്ള സംരംഭങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനത്തെ യഥാർത്ഥ ലോകാനുഭവമാക്കി മാറ്റുന്നവയാണ്. യുവജനതയ്ക്കിടയിൽ പുതിയ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അവരുടെ സംയോജിത കഴിവ്, ഗുണവിശേഷം, സാങ്കേതിക ശക്തി എന്നിവ ഇന്ത്യയെ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നയിക്കും. ഏതൊരു രാജ്യത്തിന്റെയും ഭാവി അതിന്റെ യുവജനതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ തയ്യാറെടുപ്പിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ 21ാം നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ്. ആഗോള വിദ്യാഭ്യാസ നിലവാരം മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതിനകം സുപ്രധാന മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട്, പഠന സാമഗ്രികൾ, 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ പുതിയ പാഠപുസ്തകങ്ങൾ എന്നിവയുടെ പരിഷ്കരണം ഇതിൽ ഉൾപ്പെടുന്നു. 30-ലധികം ഇന്ത്യൻ ഭാഷകളിലും 7 വിദേശ ഭാഷകളിലും പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ പ്രാപ്തമാക്കുന്ന PM ഇ-വിദ്യ, ദീക്ഷ പ്ലാറ്റ്ഫോമുകൾക്ക് കീഴിൽ ഒരു രാഷ്ട്രം ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസ ഇൻഫ്രാസ്ട്രക്ചർ യാഥാർത്ഥ്യമാക്കി. AI അധിഷ്ഠിത ഡിജിറ്റൽ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വേദിയാണിത്. നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം വൈവിധ്യമാർന്ന വിഷയങ്ങൾ പഠിക്കുന്നതിനെ എളുപ്പമാക്കിയിരിക്കുന്നു. കൂടാതെ ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഗവേഷണ വികസനത്തിനായുള്ള മൊത്തച്ചെലവ് 2013-14 60,000 കോടിയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 1.25 ലക്ഷം കോടിയിലധികമായി ഉയർത്തിയിട്ടുണ്ട്. അത്യാധുനിക ഗവേഷണ പാർക്കുകൾ സ്ഥാപിക്കൽ, 6000 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവേഷണ വികസന സെല്ലുകൾ സൃഷ്ടിക്കൽ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. 2014 40,000 ആയിരുന്ന പേറ്റന്റ് ഫയലിംഗുകളുടെ എണ്ണം ഇപ്പോൾ 80,000-ലധികമായി വർദ്ധിച്ചത് കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണയുടെ ഫലമാണ്. ഇന്ത്യയിൽ നൂതനാശയ സംസ്കാരത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. IIT മദ്രാസിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് കമ്മീഷൻ ചെയ്തതുപോലുള്ള നാഴികക്കല്ലുകളെ പ്രധാനമന്ത്രി ചടങ്ങിൽ പരാമർശിച്ചു. दुनिया का सबसे लंबा हाइपर लूप टेस्ट ट्रैक कमीशन किया. 422 मीटर का ये हाइपर लूप इंडियन रेलवे के कोलैबोरेशन से IIT मद्रास में डेवलप किया गया. IISc बेंगलोर के साइंटिस्ट ने भी एक ऐसी टेक्नोलॉजी डेवलप की है जो नैनो स्केल पर लाइट को कंट्रोल करती है. IISc में ही रिसर्चर्स ने ब्रेन ऑन चिप टेक्नोलॉजी विकसित की है.
ब्रेन ऑन अ चिप यानी एक मॉलिक्यूलर फिल्म के अंदर 16,000 से ज्यादा कंडक्शन स्टेट्स में है. നാനോ സ്കെയിലിൽ പ്രകാശത്തെ നിയന്ത്രിക്കുന്നതിനായി IISc ബാംഗ്ലൂരിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത നാനോ ടെക്നോളജി ഒരു മോളിക്കുലാർ ഫിലിമിൽ 16,000-ലധികം കണ്ടക്ഷൻ സ്റ്റേറ്റുകളിൽ ഡാറ്റ സംഭരിക്കാനും പ്രോസസ് ചെയ്യാനും കഴിവുള്ള ബ്രെയിൻ ഓൺ എ ചിപ്പ് സാങ്കേതികവിദ്യ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പൊൻതുവലുകളാണ്. ഹയർ എഡ്യൂക്കേഷൻ ഇംപാക്ട് റാങ്കിങ്ങിൽ ആഗോളതലത്തിൽ 2000 സ്ഥാപനങ്ങളിൽ 90-ലധികം ഇന്ത്യൻ സർവകലാശാലകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. QS വേൾഡ് റാങ്കിംഗ്സിൽ 2014 9 സ്ഥാപനങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യ 2025 46-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. കഴിഞ്ഞ ദശകത്തിൽ ലോകത്തിലെ മികച്ച 500 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദേശങ്ങളിൽ ക്യാമ്പസുകൾ തുടങ്ങിയ കാര്യവും പ്രധാനമന്ത്രി പറഞ്ഞു. IIT ഡൽഹി അബുദാബിയിലും IIT മദ്രാസ് ടാൻസാനിയയിലും ഇതിനകം ക്യാമ്പസുകൾ ആരംഭിച്ചിട്ടുണ്ട്. IIM അഹമ്മദാബാദിന്റെ ക്യാമ്പസ് ഉടൻ തന്നെ ദുബായിൽ ആരംഭിക്കും. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്, സ്പേസ് ടെക്, ഹെൽത്ത് ടെക്, സിന്തറ്റിക് ബയോളജി എന്നിവയെ നിരന്തരം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി AI വികസനത്തിലെ ഇന്ത്യയുടെ മുൻനിര സ്ഥാനം എടുത്തു പറഞ്ഞു. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, ഉയർന്ന നിലവാരമുള്ള ഡാറ്റാ സെറ്റുകൾ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള ഇന്ത്യ AI മിഷന്റെ തുടക്കത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. പ്രമുഖ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ പിന്തുണയോടെ AI സെന്ററുകൾ വികസിപ്പിച്ചു വരികയാണ്. മേക്ക് AI ഇൻ ഇന്ത്യ എന്ന ദർശനത്തോടും മേക്ക് AI വർക്ക് ഫോർ ഇന്ത്യ എന്ന ലക്ഷ്യത്തോടുമുള്ള പ്രതിബദ്ധത പ്രധാനമന്ത്രി ചടങ്ങിൽ ആവർത്തിച്ചു. ഇന്ത്യയുടെ ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയിൽ വലിയ തോതിലുള്ള സ്വകാര്യ നിക്ഷേപം ഉത്തേജിപ്പിക്കുക, സാങ്കേതികവിദ്യയിൽ ഗവേഷണ വാണിജ്യവൽക്കരണം ത്വരിതപ്പെടുത്തുക, അക്കാദമിക് വിദഗ്ധർ, വ്യവസായം, ഗവൺമെന്റ് എന്നിവ തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ANRF, AICTE ഇന്നൊവേഷൻ പോലുള്ള ദേശീയ സംരംഭങ്ങൾക്കുള്ള പിന്തുണ എന്നിവയൊക്കെയാണ് YUGM കോൺക്ലേവ് ലക്ഷ്യമിടുന്നത്. നൂതനാശയങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണ്. സാമ്പത്തിക വളർച്ചയ്ക്കും ആഗോള മത്സരക്ഷമതയ്ക്കുമുള്ള പ്രധാന ചാലകശക്തിയായാണ് നൂതനാശയങ്ങളെ ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നത്. സാങ്കേതിക പുരോഗതി, ഗവേഷണ വികസനം, സംരംഭകത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തമായ ആവാസവ്യവസ്ഥ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യം നടത്തുന്നത്. തുടർച്ചയായ നൂതനാശയങ്ങൾക്ക് നയപിന്തുണ നൽകി മേഖലയിലെ വിദഗ്ധരെ ഒരുമിച്ച് കൊണ്ടുവരികയാണ് YUGM കോൺക്ലേവ്. ആഗോള ഭാവിയെ രൂപപ്പെടുത്തുന്ന പുരോഗതികൾക്ക് നേതൃത്വം നൽകാൻ സജ്ജമാണെന്ന് ഇന്ത്യ തെളിയിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.